ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിക്ടർ താൻ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത ബൈബിൾ ക്ലാസ്സുകൾ, അതുപോലെ പ്രാർത്ഥനകൾ, ധ്യാനങ്ങൾ, ഇങ്ങനെ പലതരത്തിൽ അദ്ദേഹം ചെയ്തത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ എഴുതി സൂക്ഷിക്കപ്പെടുവാൻ ദൈവം അനുവദിച്ചു. അപ്പോൾ അവ നമുക്ക് ഓരോന്നോരോന്നായി ധ്യാനിക്കുവാനും അത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും അവയുടെ ആഴത്തിലേക്ക് കൂടുതൽ നമ്മൾ ഇറങ്ങുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബൈബിൾ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ധ്യാനങ്ങൾ, ഓരോ വൺ ഡേ പ്രോഗ്രാമുകളൊക്കെ ഓരോ സ്ഥലത്ത് പോയി ബ്രദർ ചെയ്യുമ്പോൾ ഓരോ തരത്തിലാണ് ചെയ്യുക. ചില സമയത്ത് ആദ്യമേ വചനങ്ങൾ പറയും, അതിലൂടെ മനുഷ്യരെ സ്വതന്ത്രരാക്കി അതിനുശേഷമാണ് ബന്ധന പ്രാർത്ഥന നടത്താറുള്ളത്. ചില സ്ഥലങ്ങളിൽ ആദ്യം പോയി ബന്ധന പ്രാർത്ഥന നടത്തും, അതിനുശേഷമാണ് അവിടെ വചനം കൊടുക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ വചന ക്ലാസ്സുകളിൽ വാക്ചാതുര്യമില്ല. ആ സമയത്ത് എന്ത് കർത്താവ് പ്രേരിപ്പിക്കുന്നോ അതനുസരിച്ചാണ് അദ്ദേഹം ഈശോയെ കൊടുത്തിരുന്നത്. അതൊന്ന് വായിച്ച് നമ്മളൊന്ന് ധ്യാനിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത് അപ്ലൈ ചെയ്തുകൊണ്ട് വരുമ്പോൾ നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതൊരു വൺ ഡേ പ്രോഗ്രാമിൻ്റെ ക്ലാസ്സാണ്. 1996 പാലായിൽ വെച്ച് നടന്ന ഒരു പ്രോഗ്രാമിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ഇതിൽ കൂടുതലും വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ആദ്യമേ ബ്രദർ സ്വർഗ്ഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയതിന് ശേഷമാണ് അദ്ദേഹം ക്ലാസ് തുടങ്ങുക. ഇതിൽ ആദ്യം പറയുന്ന വചനം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇതിൽ പറയുകയാണ്, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിനു പണം മുടക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക, നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. വചനത്തിൽ പറയാണ്, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ. ആരാണ് ഈ ദാഹാർത്തർ? കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹം, ദൈവത്തെ പ്രാപിക്കുവാനുള്ള നമ്മുടെ ആഗ്രഹം, ഇത് വരുമ്പോൾ നമ്മളെ ജലാശയത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മളെ ദൈവം ആനയിക്കുകയാണ്. എന്നിട്ട് ദൈവം പറയുകയാണ്, വീഞ്ഞും പാലും സൗജന്യമായി നേടിക്കൊള്ളുക. നമ്മളോട് പറയുകയാണ്, കർത്താവിൻ്റെ വചനങ്ങൾ, അതുപോലെ വിശുദ്ധ കുർബാനയെ, വിശുദ്ധ ദൈവത്തിൻ്റെ വിരുന്ന് എല്ലാം നമുക്ക് ദൈവം സൗജന്യമായിട്ട് തന്നിട്ടുണ്ട്. ഈ സൗജന്യമായിട്ട് നേടുവാൻ വേണ്ടി കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ് ആ വചനത്തിൻ്റെ കൃപയിലേക്ക്. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. എന്നിട്ട് ദൈവം പറയുവാണ്, നിങ്ങളുമായിട്ട് ഞാൻ ശാശ്വതമായി ഉടമ്പടി ഉണ്ടാക്കുമെന്നാണ് പറയുക. 1 കൊരിന്തോസ് 2-ാം അധ്യായത്തിൽ 1 തൊട്ട് 5 വരെയുള്ള വചനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, ഞങ്ങൾക്കിനിയും മറ്റാരെയും പറ്റിയും അറിയേണ്ട, ഞങ്ങൾക്ക് യേശുവിനെ പറ്റി മാത്രം അറിഞ്ഞാൽ മതി. വിശുദ്ധ പത്രോസും പറയുന്നു, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചനത്തിൽ ഈശോ ദൈവപുത്രനാണ്. എന്നിട്ട് ബ്രദർ ചോദിക്കുകയാണ്, വചനം എഴുതിയെടുക്കുന്നവർ കൈപൊക്കുക. അതിനുശേഷം പറയാണ്, നമ്മൾ ഈ വചനം എഴുതിയെടുക്കുന്നില്ല എങ്കിൽ നമ്മൾ ഓടി നടന്ന് പാപം ചെയ്യും. ഈ വചനം നമ്മൾ എന്തിനാണ് എഴുതിയെടുക്കുക? അത് നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. വചനം നമ്മൾ എഴുതിയെടുക്കുമ്പോൾ നമ്മൾ എളിമപ്പെടുകയാണ് ചെയ്യുക. അത് എഴുതിയെടുക്കാനുള്ള ഒരു മനസ്സ്, ക്രിസ്തുവിനെ സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം, ഇത് എഴുതിയെടുക്കുമ്പോൾ അത് അവിടെ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും. ആ വചനങ്ങൾ മാത്രമല്ല, നമ്മൾ വിചാരിക്കും നമ്മൾ വചനം കേട്ട് കഴിഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ സാധിക്കുമെന്ന്. പക്ഷെ നമ്മൾ എഴുതിയെടുക്കുമ്പോൾ ആ വചനത്തിലേക്ക് നമ്മൾ ആനയിക്കപ്പെടുകയാണ്. ആ വചനം നമ്മളെ അനുസരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ പഠിപ്പിക്കുകയാണ്. അതിനുശേഷം പറയാണ്, യെശയ്യാ പ്രവാചകനിലൂടെയാണ് എല്ലാം തുടങ്ങുന്നത്. യേശു തന്നെ ആദ്യം വന്നു തുറന്ന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ് വായിക്കുന്നത്. ദൈവം അറിയാതെ ഒന്നും നടക്കുകയില്ല, സകലതും ദൈവം അറിഞ്ഞാണ് നടക്കുന്നത്. യേശു ആദ്യം വന്നെടുത്തത് യെശയ്യാ 61 1 തൊട്ട് 4 വരെയുള്ള വചനമാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യത്തിൽ പറയുന്നത്.
കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഈ ആത്മാവിനെയാണ് ദൈവം നമുക്കെല്ലാം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെയാണ് ഈശോയുടെ ശുശ്രൂഷ തുടങ്ങുന്നത്. അതാണ് യെശയ്യാ 61 അധ്യായത്തിൽ പറയുന്നത്. ഈശോ ഈ വചനം തന്നെ എടുത്തുത്തിരിക്കുന്നത് എവിടെയാണ്? ലൂക്കായുടെ സുവിശേഷം 4 അധ്യായത്തിൽ 17 മുതലുള്ള തിരുവചനത്തിലാണ്. അപ്പം ബ്രദർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ വചനത്തിൽ തുടങ്ങുന്നത് എന്താണ്? കർത്താവിൻ്റെ ആത്മാവെൻ്റെ മേലുണ്ട്. അതേ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് ദൈവം നമുക്കും നൽകിയിരിക്കുന്നത്. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2 അധ്യായം 28 തൊട്ട് 32 വരെയുള്ള വചനങ്ങളിൽ, അവസാന നാളുകളിൽ എല്ലാവരിലേക്കും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. യുവതികളും യുവാക്കളും വൃദ്ധകളിലും കുഞ്ഞുങ്ങളിലുമെല്ലാം ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ഇതാണ് ആമോസ് പ്രവാചകനും പറയുന്നത്. ആമോസിൻ്റെ പുസ്തകം 8 അധ്യായം 11 തൊട്ട് 13 വരെയുള്ള വചനത്തിൽ, അവസാന നാളുകളിൽ ജലത്തിൻ്റെ ക്ഷാമമോ ഭക്ഷണത്തിൻ്റെ ക്ഷാമമോ അല്ല, വചനത്തിൻ്റെ ക്ഷാമമായിരിക്കും ഉണ്ടാകുക. വചനത്തിന് വേണ്ടി എല്ലാവരും ഓടും. ഈ സമയം ഏറ്റവും കൂടുതൽ അറിയുന്നത് പിശാചിനാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ക്ഷാമം ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷാമമല്ല, ജലത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷാമമല്ല, നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷാമമാണ്. എപ്പോഴാണേലും നമ്മൾ വിചാരിക്കാൻ, നമ്മുടെ ആത്മാവിന് വേണ്ടിയത് എന്താണ്? ദൈവസ്നേഹം നമ്മുടെ ആത്മാവിന് വേണം. ഇത് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ പല ഭാഗങ്ങളിലേക്കും പല അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ നമ്മൾ പായും. ആ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കാത്തതുകൊണ്ട്, നമ്മുടെ അടുത്ത് തന്നെ ഈ വിശുദ്ധ ഗ്രന്ഥമുണ്ട്, നമ്മോട് കൂടെയുണ്ട് ഈ വചനം. നമ്മളിത് സ്വീകരിക്കാത്തത് കൊണ്ട്, നമ്മളിത് അറിയാത്തത് കൊണ്ട് നമ്മൾ പലതിൻ്റെ പിന്നാലെ പോവുകയാണ്. ഈ 1-ാം പ്രമാണത്തിനൊക്കെ എതിരായിട്ട് നമ്മൾ പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഈ ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ അറിയുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നില്ല, വിശുദ്ധ ബലിയുടെ രഹസ്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ പലതിൻ്റെ പിന്നാലെ പോവുകയാണ്. അതിനുശേഷം ബ്രദർ ഇവിടെ പറയുകയാണ്, നമ്മൾ ആ ദൈവസ്നേഹം അനുഭവിക്കുവാനായിട്ട് ഓടുന്ന സമയത്താണ് പിശാചിൻ്റെ പ്രവർത്തനം വളരെ വലുതാണ്, വളരെ ശക്തമാണ് എന്നാണ് പറയുക. ഈ സമയം ഏറ്റവും കൂടുതൽ അറിയാവുന്നത് പിശാചിനാണ്. അതുകൊണ്ടാണ് അവൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം ഒഴുകുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 12 അധ്യായം 15 തൊട്ട് 17 വരെയുള്ള തിരുവചനത്തിൽ, അമ്മയായ മറിയത്തിന് എതിരായിട്ടാണ് വചനം വരുന്നത്. നമ്മളിൽ വചനം ഉണ്ടെങ്കിൽ നാം ശക്തരാണ്. വെളിപാടിൻ്റെ പുസ്തകം 12 അധ്യായം 15 തൊട്ട് 17 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവരുടെ പിന്നാലെ പുറപ്പെടുവിട്ടു. പല അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ട് ഈ കർത്താവിൻ്റെ വചനത്തെ തന്നെ വളച്ചൊടിച്ചുകൊണ്ടാണ് സാത്താൻ്റെ പല പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നത്. അതുപോലെ ദൈവം മനുഷ്യനായി അവതരിച്ചത് പരിശുദ്ധ കന്യാമറിയത്തിലൂടെയാണ്. ആ മറിയത്തെ എടുത്തു മാറ്റപ്പെടുകയാണ് പലതിൽ നിന്നും. ഈ മറിയത്തിലൂടെയാണ് നമുക്ക് കർത്താവിൻ്റെ കൃപകൾ കൂടുതലായിട്ടും വർഷിക്കപ്പെടുന്നത്. ആ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. ആ മറിയത്തിലൂടെയാണ് നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നത്. ക്രിസ്തുവിനെ അറിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ പരിശുദ്ധ മറിയത്തിലും എത്തിച്ചേരുന്നത്. ആ വചനത്തിൻ്റെ കൃപയിലേക്ക് നമ്മൾ വരിക. നമ്മിൽ വചനമുണ്ടെങ്കിൽ നമ്മൾ ശക്തന്മാരാണ്. ഈ ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ വസിക്കുമ്പോൾ ഈ എതിരായിട്ട് വരുന്ന തിന്മയുടെ ശക്തിയെ കീഴ്പ്പെടുത്തുവാനുള്ള കൃപ നമുക്ക് തരും. അതാണ് 1 യോഹന്നാൻ 2:13-14 തിരുവചനത്തിൽ പറയുന്നുണ്ട്, യുവാക്കന്മാരെ നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറയുക. ഈ വചനം നമ്മിൽ വസിക്കുമ്പോൾ ഈ തിന്മയെ ജയിക്കാനുള്ള ശക്തി ദൈവം നമുക്ക് തരികയാണ്. വചനം നമ്മിൽ വരുമ്പോൾ നമ്മൾ ശക്തരാകും. വചനം വരുമ്പോൾ പരിശുദ്ധാത്മാവാണ് വരുന്നത്. ക്രിസ്തുവിൻ്റെ വചനം വരുമ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയുന്നു, ദൈവസ്നേഹത്താൽ നമ്മൾ നിറയുന്നു. വലിയ ത്രസ്യ പുണ്യവതിയിൽ വചനം വന്നപ്പോൾ ദൈവരാജ്യം കർത്താവ് കാണിച്ചു കൊടുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 23 തിരുവചനത്തിൽ, നിങ്ങൾ എൻ്റെ വചനത്തിൽ വസിച്ചാൽ ഞങ്ങൾ മൂവരും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം വന്ന് നമ്മിൽ വാസമുറപ്പിക്കുമെന്നാണ് ദൈവം നമ്മളോട് അരുളി ചെയ്യുക. അപ്പോൾ പുണ്യവതിയിലൊക്കെ ഈ വചനം അവരെ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ, ക്രിസ്തുവുമായിട്ട് ഒന്നാകാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നിറയുകയാണ്. ദൈവത്തിൻ്റെ വചനം വന്ന് പുണ്യവതിയിൽ നിറയുന്നു. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്താൽ ഞാനും നിങ്ങളെ സ്നേഹിക്കും.
അപ്പോൾ ഞാനും എൻ്റെ പിതാവും വന്ന് നിങ്ങളിൽ വാസമർപ്പിക്കും. ഈ വാസമർപ്പിക്കലാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇരിപ്പിടം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാം വചനത്തിൽ കർത്താവ് എല്ലാം വെളിപ്പെടുത്തി തരും. പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു. എല്ലാ പാപങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ ഈ വചനങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിച്ച് തരുന്നത്, പാപത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പാപം നമ്മളിൽ നിന്ന് വിട്ടു പോകുമ്പോഴാണ് ദൈവത്തിന് വന്ന് നമ്മളിൽ വാസമുറപ്പിക്കുവാൻ സാധിക്കുന്നത്. വീണ്ടും പറയുകയാണ്, യെശയ്യാ പ്രവാചകനിലൂടെയാണ് എല്ലാം വരുന്നത്. യെശയ്യാ 7:14 യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. മിക്ക പ്രവാചകനിലൂടെ ഈശോയെപ്പറ്റി മിക്ക പ്രവാചകനും പറഞ്ഞിരിക്കുന്നു. ആമോസ് പ്രവാചകനും എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നു. 2000 കൊല്ലത്തിന് മുമ്പുള്ള അതേ ഈശോ തന്നെയാണ് ഇന്നും, അതേ പ്രവർത്തനം തന്നെയാണ് ഇന്നും. പക്ഷേ കൃപ കിട്ടാത്തത് കൊണ്ടാണ് നമുക്കൊന്നും മനസ്സിലാകാത്തത്. അപ്പോൾ ഈശോയ്ക്ക് ഒരിക്കലും മാറ്റമില്ല. ആ ഈശോ തന്നെയാണ് ഇന്നും വന്ന് നമ്മിൽ ഓരോരുത്തരിലും വന്ന് പ്രവർത്തിക്കുന്നത്. ആ ഈശോയ്ക്ക് മാറ്റമില്ല എന്ന് പറയുകയാണ്. കാരണം യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ക്രിസ്തുവിന് ഒരിക്കലും മാറ്റമില്ല. ആ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കണം, ആ ക്രിസ്തുവിനെ നമ്മൾ ഉൾക്കൊള്ളണം. ഇത് തന്നെയാണ് യെശയ്യാ പ്രവാചകനും ഇമ്മാനുവേലിനെ കുറിച്ച് പറയുകയാണ്. ദൈവം നമ്മോടുകൂടി അർത്ഥമുള്ള ഇമ്മാനുവേൽ, ആ ദൈവം തന്നെ 2000 വർഷത്തിന് മുമ്പുള്ള ആ കർത്താവ് തന്നെ ഇന്നും നമ്മോടുകൂടി ആയിരിക്കുകയാണ്. ഇന്ന് കർത്താവ് എങ്ങനെയാണ് നമ്മോടുകൂടി ആയിരിക്കുന്നത്? പരിശുദ്ധ ബലിയിലൂടെ അവിടുന്ന് ഇമ്മാനുവേലായിട്ട് നമ്മോട് കൂടെ ആയിരിക്കുകയാണ്. മാത്രമല്ല കർത്താവിൻ്റെ ഈ വചനത്തിലൂടെ അവിടെ നമ്മളോട് ഓരോ സമയങ്ങളിലും പ്രവാചകന്മാർ വഴിയും അപ്പസ്തോലന്മാർ വഴിയും ഒക്കെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. കൃപ കിട്ടാത്തത് കൊണ്ടാണ് നമുക്കൊന്നും മനസ്സിലാകാത്തത്. നാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വചനം ഇല്ലെങ്കിൽ കൃപയില്ല. കൃപയും സത്യവും ഈശോയാണ്. യോഹന്നാൻ 1:14-17 വരെ, ഹെബ്രായർ 4:16 കരുണയും കൃപയും സ്വർഗത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. യോഹന്നാൻ 3:27 പറയുന്നു, പിതാവ് ആകർഷിച്ച് കൃപ തരുമ്പോഴാണ് നമ്മൾ കർത്താവിലേക്ക് വരുന്നത്. വിളിച്ചാൽ പോരാ, ദൈവം തിരഞ്ഞെടുക്കണം. യോഹന്നാൻ 6:44-65 വിശുദ്ധ പത്രോസ് പറയുന്നത്, നമ്മളെ വിളിച്ച വിളി ഉറപ്പിക്കണം. 2 പത്രോസ് 1:10 വാക്യം. ആ വിളി ഉറപ്പിക്കണമെങ്കിൽ നാം വിശ്വാസത്തിലേക്ക് വരണം. അത് വിശുദ്ധ പത്രോസിൻ്റെ അതേ വിശ്വാസമായിരിക്കണം വരേണ്ടത്. 2 പത്രോസ് 1:1-11 വരെയുള്ള വചനത്തിനെല്ലാം പറയുകയാണ്, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിന് കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവാൻ. നമ്മളെ ദൈവം വിളിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, വിളിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക? നമ്മൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുമ്പോൾ, നമ്മൾ ഈ വചനങ്ങളെല്ലാം അനുസരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് നമ്മളെ വിശ്വസ്തരായിട്ട് കണക്കാക്കുകയാണ്. നമുക്കറിയാം എങ്ങനെയാണ് വിശ്വസ്തത ഉണ്ടാകുക. ഒരു വ്യക്തിയെ വിശ്വസ്തനായിട്ട് കണക്കാക്കുന്ന എപ്പോഴാണ്? അദ്ദേഹത്തിൻ്റെ ജോലിയിൽ പരിപൂർണ്ണ വിശ്വസ്തത പുലർത്തുമ്പോൾ, ആ ജോലിയിൽ അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥത നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഏൽപ്പിച്ച ജോലിയോട് നമ്മൾ പരിപൂർണ്ണ വിശ്വസ്തത പുലർത്തുമ്പോൾ അവിടെ ഒരു കാര്യസ്ഥത ഉണ്ടാകുകയാണ്, അതിനോട് ഉത്തരവാദിത്വം ഉണ്ടാകുകയാണ്. ഇതുപോലെ നമ്മൾ കർത്താവിൻ്റെ വചനത്തോട് വിശ്വസ്തത പുലർത്തുമ്പോൾ, ഈശോയെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, ആ കർത്താവ് നമുക്കെന്ത് തരും? തിരഞ്ഞെടുപ്പ് നമുക്ക് തരും. വിളിയും തിരഞ്ഞെടുപ്പും തരും. അത് ഉറപ്പിച്ചു കൊണ്ടുവരണമെന്ന് വിശുദ്ധ പത്രോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2 പത്രോസ് 1-ാം അധ്യായത്തിൽ 3 മുതലുള്ള തിരുവചനങ്ങളൊന്ന് വായിക്കാം. അതിൽ പറയുകയാണ്, ക്രൈസ്തവൻ്റെ വിളിയെക്കുറിച്ച്, തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവീക ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നു. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവീക സ്വഭാവത്തിൽ നമ്മളെ പങ്കുകാരാക്കുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നമുക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. എന്താണ്?
ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ്. നമ്മളെല്ലാം ഈ ലോകത്തിൻ്റെ ദുരാശകൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ ദൈവിക സ്വഭാവത്തിലേക്ക് വരുവാൻ വേണ്ടി വിശുദ്ധ പത്രോസ്ലീഹ നമുക്ക് തരുന്ന ഉപദേശങ്ങളാണിതെല്ലാം. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപമ കൊണ്ടും സമ്പൂർണ്ണമാക്കുവാൻ ഉത്സാഹിക്കുവിൻ. ഇവ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമർത്ഥമാകുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും ഫലരഹിതരുമാകാതിരിക്കുവാൻ സഹായിക്കും. ഇവയില്ലാത്തവൻ അന്ധനും ഹ്രസ്വദൃഷ്ടിയും പഴയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ്. ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീണു പോകുകയില്ല. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നമുക്ക് പ്രവേശനം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു ഒറ്റ വചനത്തിലേക്ക് നമ്മൾ വന്നാൽ മതി. ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളുമുണ്ട്. നമ്മുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ട്, സുഹൃതത്തെ ജ്ഞാനം കൊണ്ട്, വിശ്വാസം വർദ്ധിച്ചു വരുമ്പോൾ നമ്മളിൽ ദൈവത്തിൻ്റെ സുഹൃതം ഉണ്ടാകുകയാണ്. ഈ സുഹൃതം നമ്മളിൽ നന്മകളുണ്ടാകുകയാണ്. കർത്താവിൽ വിശ്വസിക്കുമ്പോഴാണ് ആ കർത്താവ് പോയ അതേ വഴിയെ നമുക്ക് നടക്കാനൊരാഗ്രഹം വരും. ക്രിസ്തുവുമായിട്ട് ഒന്നാകാനുള്ള ഒരാഗ്രഹം വരും. അതിലൂടെ നമ്മളിൽ സുഹൃതങ്ങൾ ഉണ്ടാകും, നന്മകളുണ്ടാകും. സുഹൃതത്തെ ജ്ഞാനം കൊണ്ട്, ഈ ദൈവിക ജ്ഞാനം എന്താണ്? ദൈവഭക്തിയാണ് ദൈവത്തോടുള്ള ജ്ഞാനം. ദൈവത്തോടുള്ള ജ്ഞാനം നമ്മളിൽ വരുമ്പോഴാണ് നമുക്ക് മനുഷ്യരുമായിട്ട് ഇടപെടുന്നതിനും ലോകവസ്തുക്കളും വിശുദ്ധമായതും അശുദ്ധമായതുമൊക്കെ നമുക്ക് തിരിച്ചറിയുന്നതിനും നന്മയിലേക്ക് കൂടുതൽ നമ്മൾ വിവേകത്തോടു കൂടി പോകുന്നതിനുമൊക്കെ സാധിക്കുന്നത് ഈ ജ്ഞാനം വരുന്നുണ്ട്. ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ദൈവിക ജ്ഞാനം വരുമ്പോഴാണ് നമ്മളിൽ ഒരു കൺട്രോൾ ഉണ്ടാകുക. നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പഠിക്കുക. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നില്ലേ, 1 കൊരിന്തോസ് 9:27 തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുന്നു. ഈ കർശനമായി നിയന്ത്രിച്ച് സ്വശരീരത്തെ കീഴ്പ്പെടുത്താനുള്ള കൃപ കിട്ടുന്നത് എങ്ങനെയാണ്? കർത്താവിലുള്ള വിശ്വാസം, സുഹൃതം, ജ്ഞാനം ഇതെല്ലാം വരുമ്പോഴാണ് ആത്മനിയന്ത്രണത്തിനുള്ള കൃപ കിട്ടുക. നമ്മൾ ആ കൈവപ്പിനെക്കുറിച്ച് പറഞ്ഞു. കൈവപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ആത്മനിയന്ത്രണം. ആത്മസംയമനം വരുമ്പോൾ അവിടെ ക്ഷമയുണ്ടാകുകയാണ്. ക്ഷമിക്കാൻ പഠിപ്പിക്കും, വിശുദ്ധി എന്താണെന്ന് പഠിപ്പിക്കും, ദൈവിക പുണ്യങ്ങളാൽ നമ്മളെ നിറയ്ക്കും, സാത്താൻ്റെ കുടില തന്ത്രങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും. ഇവയെല്ലാം ക്ഷമയിലേക്ക് നമ്മളെ നയിക്കും. മനുഷ്യനല്ല പ്രവർത്തിക്കുന്നത്, സാത്താൻ്റെ കുടില തന്ത്രങ്ങളാണ് എന്നുള്ള അവബോധം നമുക്ക് വരുമ്പോഴാണ്, ദൈവിക ജ്ഞാനം നമുക്ക് വരുമ്പോഴാണ്. ഇതെല്ലാം കർത്താവിൻ്റെ കൃപയുമായിട്ട് ഓരോ വചനങ്ങളും എപ്പോഴും ഇണകളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇത് പറയാണ്, ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും. ക്ഷമ വരുമ്പോൾ അതിലേക്ക് ദൈവഭക്തി ഉണ്ടാകുകയാണ്. ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപമ കൊണ്ടും. ഭക്തി വരുമ്പോഴാണ് നമുക്ക് സഹോദര സ്നേഹമുണ്ടാകുക. കർത്താവ് കൽപ്പിച്ച പ്രമാണങ്ങളോട് നമ്മൾ വിശ്വസ്തത പുലർത്തുക. 1, 2, 3 പ്രമാണം ദൈവത്തെ നമ്മൾ ആരാധിക്കുന്ന പ്രമാണങ്ങളാണ്. അതിനുശേഷം നമുക്ക് ദൈവം തന്ന ബാക്കി പ്രമാണങ്ങളെല്ലാം നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള പ്രമാണമാണ്. നമ്മെപ്പോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെയും കാണാനും അവരിലേക്ക് ആ ദൈവസ്നേഹം കൊടുക്കുവാനും നമുക്ക് സാധിക്കുന്ന എപ്പോഴാണ്? സഹോദര സ്നേഹം നമ്മളിൽ വരുമ്പോഴാണ്. സഹോദര സ്നേഹത്തെ ഉപമ കൊണ്ടും സമ്പൂർണ്ണമാക്കുവാൻ നന്നായി ഉത്സാഹിക്കുവിൻ. സഹോദര സ്നേഹം വരുമ്പോഴാണ് നമുക്ക് ഉപമ എന്ന പുണ്യം വരിക. മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിലും അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നതിലും അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുന്നതിലും അവരെ സഹായിക്കാനും ഒക്കെയുള്ള ഒരു ഹൃദയം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ
ഈ ദൈവഭക്തി നമ്മളിലുണ്ടാകണം, ഈശോയിലുള്ള വിശ്വാസം നമ്മളിലുണ്ടാകണം, സുഹൃത്തുക്കളിലുണ്ടാകണം. മദർ തെരേസയൊക്കെ അവർ എല്ലാവരിലും ഈശോയാണ് ദർശിച്ചത്. യാചകനിൽ അവർ ക്രിസ്തുവിനെ കണ്ടെത്തുകയാണ്. വേദനിക്കുന്നവരവരിൽ ഈശോയുടെ മുഖം ദർശിക്കുകയാണ്. അങ്ങനെയാണ് അനേകർ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ടൊക്കെ ഇറങ്ങിത്തിരിക്കുക. അവർ ആ ക്രിസ്തുവിനെയാണ് അതിൽ കാണുക. അതാണ് സഹോദര സ്നേഹത്തെ ഉപമ കൊണ്ടും സമ്പൂർണ്ണമാക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കുവിൻ. ഇതിലൂടെ നമ്മൾ എന്തായി തീരുകയാണ്? ഇത് നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമർത്ഥമാകുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും ഫലരഹിതരുമാകാതിരിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മളെ കൊണ്ടുവരും. ഇത് നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ അടുക്കുന്നത്, ക്രിസ്തുവിനോട് യോജിക്കുന്നത്, ക്രിസ്തുവിലേക്ക് നമ്മൾ പൂർണ്ണരാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവയില്ലാത്തവൻ, ഇവ നമ്മളിലില്ലെങ്കിൽ, നമ്മൾ പ്രാർത്ഥനക്കാരാണെങ്കിലും നമ്മൾ പള്ളിയിൽ പോകുന്നവരാണെങ്കിലും നമ്മളിലില്ലെങ്കിൽ എന്താണ്? നമ്മൾ അന്ധനും ഹ്രസ്വദൃഷ്ടിയും പഴയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ് എന്നാണ് വിശുദ്ധ പത്രോസ്ലീഹ പറയുക. അതിനുശേഷമാണ് വിശുദ്ധ പത്രോസ്ലീഹ പറയുക, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും. ഇങ്ങനെ ചെയ്താൽ നമ്മളൊരിക്കലും വീണു പോകുകയില്ല എന്ന് പത്രോസ്ലീഹ പറയുകയാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് അനായാസം നമുക്ക് പ്രവേശനം ലഭിക്കും. അതിനുശേഷം പറയുകയാണ്, കർത്താവ് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് സമരിയാക്കാരി സ്ത്രീക്കാണ്. പാപിനിയായ സ്ത്രീ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ആ സ്ത്രീയോട് പറഞ്ഞു. അവൾ ആദ്യം യേശുവിനെ കാണുന്നത് ഒരു യഹൂദനായിട്ടാണ്. യോഹന്നാൻ 4:9. അവളോട് കർത്താവ് വലിയൊരു രഹസ്യം പറഞ്ഞു. യോഹന്നാൻ 4:10. യേശുവിൻ്റെ ദാനങ്ങൾ എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ തരുന്ന ജലം നീ കുടിച്ചിരുന്നുവെങ്കിൽ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം ഈശോയും സമരിയാക്കാരിയും തമ്മിൽ സംസാരിക്കുന്ന വലിയൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ ഈശോ സമരിയാക്കാരിയോട് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഈശോ വെളിപ്പെടുത്തുന്നത് എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം 4-ാം 10 അതിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ഈ ജീവജലം നമുക്ക് ലഭിക്കുന്നത് ആരിൽ നിന്നാണ്? ഈശോയിൽ നിന്നാണ്. ഈശോ ഈ സമരിയാക്കാരിയോട് പറയുമ്പോൾ നമ്മളോട് ഓരോരുത്തരോടുമാണ് ഈശോ പറയുക, എന്താണ് ദൈവത്തിൻ്റെ ദാനം എന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ. നമ്മളോട് ഓരോരുത്തരോടും ഈശോ ചോദിക്കുകയാണ്, ആ കർത്താവിൻ്റെ ദാനം നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും. നമ്മളപ്പോൾ കർത്താവിനോട് ചോദിക്കണം. ചോദിക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുക. നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ആ ക്രിസ്തുവിൻ്റെ ജീവജലം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ്, ഈ ജലം കുടിക്കുമ്പോഴാണ് നമ്മൾ ആദ്യം കേട്ട വചനം നമ്മളിൽ പൂർത്തിയാകുക. ദാഹാർത്തരെ ജലാശയത്തിങ്കിലേക്ക് വരുവിൻ. നമ്മളെല്ലാം ദാഹിക്കുകയാണ്. ഈ സമരിയാക്കാരി സ്ത്രീയും എന്താണ്? ദാഹിക്കുകയാണ്. അവൾ അതിനു വേണ്ടിയിട്ടാണ് ജലം കോരുവാൻ അവിടെ എത്തുക. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഞാൻ തരുന്ന ജലം നീ കുടിച്ചാൽ നിനക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല. അപ്പോൾ ഈശോയാകുന്ന ഈ സ്നേഹത്തെ നമ്മൾ അനുഭവിച്ചാൽ, ഈശോയുടെ സഹനങ്ങളിലൂടെ നമുക്ക് നിത്യജീവൻ ലഭിച്ചവരാണ് നമ്മൾ. മാമോദീസായിലൂടെ നമ്മളെ സ്വന്തമാക്കിയവരാണ്. അതിലേക്ക് നമ്മൾ വീണ്ടും ഒന്ന് അടുത്ത് കർത്താവിനെ നമ്മൾ അനുഭവിക്കാനായിട്ട് ആഗ്രഹിച്ചുവെങ്കിൽ, ഞാൻ നിനക്ക് ജീവൻ്റെ ജലം തരുമായിരുന്നു, ഞാൻ നിനക്ക് നിത്യജീവൻ തരുമായിരുന്നു എന്നാണ് ഈശോ പറയുക. ഞാൻ തരുന്ന ജലം നീ കുടിച്ചിരുന്നുവെങ്കിൽ ഈ ജലം കുടിക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ ദാനങ്ങൾ അറിയുന്നത്. നമ്മുടെ ബുദ്ധി കൊണ്ടല്ല ദൈവിക ദാനങ്ങൾ അറിയുന്നത്. ഒറ്റപ്പേർ പറയാണ്, നമ്മുടെ ബുദ്ധി കൊണ്ടല്ല നമ്മൾ ദൈവിക ജ്ഞാനം അറിയുന്നത്. നമ്മുടെ മനസ്സാന്തരത്തിലൂടെ, നമ്മുടെ മനസ്സിൻ്റെ മാറ്റത്തിലൂടെയാണ് നമ്മൾ ദൈവിക ദാനങ്ങൾ അറിയുന്നത്. പീലാത്തോസ് ചോദിച്ചു. യോഹന്നാൻ 18:36-38 വരെയുള്ള വചനം. സത്യം എന്താണ്? കർത്താവ് മറുപടി പറഞ്ഞു, എൻ്റെ രാജ്യം ഇതല്ല. അതുകൊണ്ട് ദൈവരാജ്യം ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നവൻ പരാജയപ്പെടും.
എന്താണ്, ഈശോയോട് പീലാത്തോസ് ചോദിക്കുകയാണ്. പീലാത്തോസിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ആരെങ്കിലും ഇനി രാജാവായി വരുമോ, ക്രിസ്തു ഒരു രാജ്യം പുതിയതായിട്ടുണ്ടാക്കുമോ ഒക്കെ ചോദിക്കുമ്പോൾ സത്യം എന്താണ്? ആ ക്രിസ്തു മുമ്പിൽ നിന്നപ്പോൾ തന്നെയാണ് പീലാത്തോസ് ചോദിക്കുകയാണ്, സത്യം എന്താണ്? നമ്മുടെ മുമ്പിലും ഇതുപോലെ ഈശോ നിപ്പുണ്ട്, എന്നിട്ടും നമുക്ക് ആ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ പലതിൻ്റെ പിന്നാലെ ഓടുകയാണ്. ആ സത്യത്തെ തിരിച്ചറിയാം. അപ്പോൾ ഈശോ പറയുകയാണ്, ആത്മാവിൻ്റെ രാജ്യമാണ് ഈശോയുടെ രാജ്യം, നന്മയുടെ രാജ്യമാണ് ഈശോയുടെ രാജ്യം, ദൈവനീതിയുടെ രാജ്യമാണ് ഈശോയുടെ രാജ്യം. ആ രാജ്യത്തെക്കുറിച്ച് ഈശോ പീലാത്തോസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടും പീലാത്തോസിന് കർത്താവ് ആരാണെന്നോ കർത്താവിൻ്റെ രാജ്യം എന്താണെന്നോ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളോട് ബ്രദർ പറയാണ്, ഈ ബുദ്ധിയിലിട്ട് നമ്മൾ ദൈവരാജ്യം കാണരുത്. നമ്മളിട്ട് ചിന്തിച്ച് വന്നാൽ ദൈവരാജ്യം നമ്മളിൽ വളരില്ല. മാനസാന്തരത്തിലൂടെ ശിശുവിനെ പോലെ എളിമപ്പെട്ട് വരുമ്പോഴാണ് ദൈവരാജ്യം വരിക. എന്നിട്ട് പറയുകയാണ്, ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നവരെ പരാജയപ്പെടും. ഫിലോസഫി വന്നാൽ നമ്മുടെ വിശ്വാസത്തിന് തടസ്സമാണ്. ഫിലോസഫി അഥവാ തത്വശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് സത്യം പഠിക്കുന്നതിന് വേണ്ടി നമ്മളിട്ട് ആലോചിച്ച് പോകുമ്പോൾ അനേക കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എങ്കിലും അതിൻ്റെ ആ യഥാർത്ഥ സത്യമായ ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിലേക്ക് വരണമെന്നാണ് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുക. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നു, ബുദ്ധിയിലേക്ക് പോകുമ്പോൾ, ഭൗമിക ശാസ്ത്രത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് തടസ്സമുണ്ടാകും. കൊളോസസ് 2:17-23 വരെയുള്ള തിരുവചനത്തിലും. അതുപോലെ തന്നെ ധനത്തോടുള്ള ആസക്തി വന്നാൽ വിശ്വാസം ക്ഷയിച്ചു പോകും. 1 തിമോത്തി 6:6-10 വരെയുള്ള വചനം, നീ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുകയുമില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ നമുക്ക് തൃപ്തിപ്പെടാം. ധനമോഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാന കാരണം. ധനമോഹം കൊണ്ടാണ് അനേകർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്. കൊളോസസ് 3:5 പറയുകയാണ്, ഏറ്റവും വലിയ വിഗ്രഹാരാധന ധനത്തോടുള്ള ആഗ്രഹമാണ്. പക്ഷെ നമ്മൾ ആ ഈശോയുടെ രാജ്യവും നീതിയും അന്വേഷിച്ച് കഴിയുമ്പോൾ, ക്രിസ്തുവിന് നമ്മൾ ഹൃദയത്തിൽ 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് കഴിയുമ്പോൾ, നമുക്ക് അന്നു വേണ്ടുന്ന എല്ലാം കർത്താവ് നമുക്ക് കൊണ്ടുത്തരും. നമ്മുടെ ഹൃദയത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ അധിപനായ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-33-35 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ പറയുന്നുണ്ട്, ദൈവപരിപാലനയുള്ള ആശ്രയം. അതിൽ പറയുകയാണ്, ആദ്യം നമ്മൾ ഈശോയുടെ രാജ്യവും നീതി അന്വേഷിക്കുക, അതിലൂടെ ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുക. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അത് കർത്താവ് നടത്തിയിരിക്കും. നമ്മൾ ഈശോയെ ഹൃദയപൂർവ്വം ആഗ്രഹിച്ചാൽ, നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ച് നോക്കുക. കടബാധ്യതയുള്ളവർ അനേകരുണ്ട്. അവർ ആ കർത്താവിനെ ഹൃദയത്തിൽ വെച്ചൊന്ന് ആരാധിച്ച് കർത്താവിൻ്റെ മുൻപിൽ പരിപൂർണമായിട്ട് മുട്ടുമടങ്ങി ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ കർത്താവ് നമുക്ക് വഴി തുറന്നു തരും. അതിശയുടെ വാഗ്ദാനമാണ്. അതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഒരു ശിശുവിനെ പോലെ നമ്മൾ ദൈവത്തിനെ ആശ്രയിക്കുക. ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടുകൊടുക്കണം നമ്മളെ തന്നെ. നമ്മൾ ഓരോ വ്യക്തികളും എന്താണ്, നമ്മുടെ പാപഭാരങ്ങൾ, കടബാധ്യതകൾ എല്ലാം നമ്മുടെ ഹൃദയത്തിനും ശിരസിനും എല്ലാം വഹിച്ചുകൊണ്ട് നമ്മൾ സ്വയം നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഭാരമായിരിക്കും. അതുകൊണ്ടല്ല ഈശോ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുകയും എൻ്റെ നുകം വഹിക്കുകയും ചെയ്യുവിൻ. ആ ഈശോയുടെ നുകം നമ്മൾ വഹിക്കുമ്പോൾ, ഈശോയുടെ നുകം എന്താണ്? സമാധാനമാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ഈ സമാധാനമാണ് നമുക്ക് ദൈവം തരുന്നത്. ആ സമാധാനമുള്ള ഒരു ഹൃദയം നമ്മൾ കരസ്ഥമാക്കുമ്പോൾ ബാക്കിയുള്ളവയെല്ലാം കർത്താവ് നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഈശോ വാഗ്ദാനം ചെയ്തതാണ്. അതാണ് ഓരോ പാപങ്ങൾ വിട്ടു പോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. അതിലൂടെ നമ്മൾ നല്ലൊരു കുമ്പസാരത്തിലൂടെ നമുക്ക് പാപമോചനം ലഭിച്ചുകൊണ്ട് നന്മയുടെ ഒരു ഹൃദയം ദൈവരാജ്യത്തിലേക്ക്, സത്യത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ കൊണ്ടുവരുവാൻ നമുക്ക് ആഗ്രഹിക്കണം. ഇതുവരെ കേട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കുക. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി
എങ്ങനെ നമുക്ക് മാനസാന്തരത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കും? വിശുദ്ധ പത്രോസിക്കൂടെയും പൗലോസിക്കൂടെയുമുള്ള ആഴമായ വിശ്വാസത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ നമുക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ വചനത്തിലേക്കാക്കുവാനായിട്ട്, സത്യത്തെ തിരിച്ചറിയുവാനായിട്ട്, ആ സമരിയക്കാരിയെപ്പോലെ ഈശോയെ നമ്മൾ പല സ്റ്റെപ്പുകളായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഈശോ ഒരു രക്ഷകനാണോ? നമുക്ക് ഈശോ ഒരു രോഗശാന്തിക്കാരനാണോ? ഒരു ഈശോ അത്ഭുത പ്രവർത്തകനാണോ? ഏതാണ് നമുക്ക് ക്രിസ്തു? അതോ നമുക്ക് ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണോ? നമ്മളേതാണ് സ്വീകരിക്കുന്നത്? നമ്മൾ ഓരോ വ്യക്തിയും സ്വീകരിക്കുന്നതിൻ്റെ അളവനുസരിച്ചാണ് നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുന്നത്. നമ്മുടെ പത്രോസിൽ കൂടെ കേട്ടു, 2 പത്രോസ് 1-ാം അധ്യായത്തിൽ കൂടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ വായിച്ചു. അതിലേക്ക് ദൃഢമായ വിശ്വാസത്തിലേക്ക് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നമ്മൾ കൂടുതൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സകല വിശുദ്ധരുടെയും മധ്യസ്ഥം നമുക്ക് യാചിച്ചുകൊണ്ട്, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വചനത്തിൻ്റെ കൃപ, ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.